ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഇപ്പോൾ ഇന്നലെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ തിരുവിലാമല ഗ്രാമപഞ്ചായത്തിലെ 19 വാർഡിലെ 10 വാർഡ് ജയിച്ച് BJP ഭരണം പിടിച്ചെടുത്തിരിക്കുകയാണ്. അതുപോലെ കണിയാർക്കോട് ബ്ലോക്ക് ഡിവിഷനും BJP നേടിയിട്ടുണ്ട്. 2020-25 വർഷ കാലയളവിൽ നടന്ന ഇലക്ഷനും അതിനെ തുടർന്ന് നടന്ന സംഭവങ്ങളും എല്ലാം നമ്മുടെ തിരുവിലാമലക്കാർക്ക് അറിയാവുന്നതാണ്. 6-6-5 എന്നുള്ള ഒരു നിലയിൽ ഉണ്ടായിരുന്ന പോയിന്റ് നിലയിലായിരുന്നു സീറ്റുകൾ ഉണ്ടായിരുന്നത്. അതിൽ ആദ്യത്തെ നറുക്കിലൂടെ നമ്മൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സാരഥികൾ അധികാരത്തിലേറുകയും 1 വർഷം തികയുന്ന ആ ഒരു സമയത്തിന് അവിശ്വാസ പ്രമേയത്തിലൂടെ നമ്മളെ പുറത്താക്കുകയും ചെയ്തതാണ്. അന്ന് അവർ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല, വികസന മുരടിപ്പൊക്കെയാണ് പറഞ്ഞ കാര്യങ്ങൾ. പക്ഷേ ആ 1 വർഷ കാലയളവിൽ കോവിഡിന്റെ വളരെ രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വളരെ കാര്യക്ഷമമായി ഇടപെട്ടുകൊണ്ട് ഒരുപക്ഷെ കേരളത്തിലെ തന്നെ വിരളമായ പഞ്ചായത്തിൽ ഒരു പഞ്ചായത്തായിട്ട് വാക്സിനേഷൻ വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കുകയും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി ഏകോപിപ്പിക്കുകയും ചെയ്ത ഒരു പഞ്ചായത്താണ് നമ്മുടേത്. ആ കാലയളവ് തന്നെയായിരുന്നു നിയമസഭാ ഇലക്ഷൻ കടന്നു വന്നത്. ഇത്രയൊക്കെ ഇടയിൽ തടസ്സങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ വളരെ നല്ല രീതിയിലുള്ള ഭരണമാണ് കാഴ്ചവെച്ചത്. അത് തിരുവില്ലാമലക്കാര് അംഗീകരിച്ചിരുന്നു, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയിരുന്നു. ആ ഭരണം തുടരണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു എന്നതിന്റെ പ്രതിഫലനമാണ് ഇന്നലെ വന്ന റിസൾട്ട്. അപ്പോൾ ഈ 19-ല് 10 വാർഡും BJPക്ക് തിരുവിലാമലയിലെ ജനങ്ങള് നൽകിയിട്ടുണ്ടെങ്കിൽ അത് അവര് ഭാരതീയ ജനതാ പാർട്ടിയിൽ അർപ്പിച്ച വിശ്വാസമാണെന്നാണ് വിശ്വസിക്കുന്നത്. നന്ദി. തിരുവില്ലാമലക്കാര് ഭാരതീയ ജനതാ പാർട്ടിയെ വിശ്വസിപ്പിച്ച് ഏൽപ്പിച്ച ഈ ദൗത്യം വരുന്ന 5 വർഷങ്ങളിൽ എന്താണ് വികസനം എന്നുള്ളത് തിരുവില്ലാമലയിലെ ജനങ്ങൾക്ക് അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഈ ഭരണസമിതി പൂർണ്ണമായ ഉത്തരവാദിത്വവും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുമെന്നുള്ളത് തീർച്ചയാണ്. അതുപോലെ തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിലെ ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്ത ഓരോ വോട്ടർമാർക്കും ഈ അവസരത്തിൽ ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുന്നു. ഡിസംബർ 11-ന് നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കണിയാർക്കോട് ഡിവിഷനിൽ നിന്ന് മത്സരിച്ച എന്നെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പലരും സപ്പോർട്ട് ചെയ്തിരുന്നു. അതിന്റെ റിസൾട്ടാണ് ഇന്നലെ വന്ന എനിക്ക് ലഭിച്ച വിജയം. ആ വിജയത്തിലേക്ക് വോട്ട് ചെയ്ത ഓരോരുത്തരെയും വളരെ സ്നേഹത്തോടു കൂടിയുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ കണിയാർക്കോട് ബ്ലോക്ക് ഡിവിഷനിലെ എല്ലാ പ്രവർത്തനങ്ങളിലും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാവും എന്ന് ഓരോരുത്തർക്കും ഉറപ്പുതരുന്നു.